മമ്മൂക്കയുടെ ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂക്കയുടെ ആക്ടിങ് ഒക്കെ ഒന്നും പറയില്ല, ബെസ്റ്റാണ്. മമ്മൂക്ക ഫാനാ, പക്ഷേ എമ്പുരാനൊരു വലിയ പടമാണല്ലോ, ഇത് വലിയ ഹൈപ്പൊന്നുമില്ല. എന്നാലും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫിലിമായിട്ട് തോന്നുന്നു. ഈ എമ്പുരാനെ നിങ്ങൾ കണ്ടായിരുന്നോ? അത് വലിയ സ്കെയിലിൽ എടുത്തൊരു പടമല്ലേ, അതും ബസൂക്കയായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യുന്നത്. അതൊക്കെ ബസൂക്കൊക്കെ സീറോ ഹൈപ്പ് ചെയ്യുന്ന ഒരു പടം, അതൊക്കെ അത്രേ ഉള്ളൂ. എമ്പുരാനൊക്കെ വലിയ സ്കെയിലിൽ വന്നൊരു പടമല്ല, അത് മോഹൻലാലിൻ്റെ പടം, പൃഥ്വിരാജ് ഉണ്ട്. 100 കോടി അടിക്കുമോ? പടം നല്ലതാണെങ്കിൽ അടിക്കട്ടെ, കോടി പ്രതീക്ഷയൊന്നുമില്ല. നമ്മൾ മമ്മൂട്ടിയുടെ ഒക്കെ പടം കാണുമ്പോൾ ഒരു ക്വാളിറ്റി ആണല്ലോ നോക്കുന്നത്. മമ്മൂക്കയുടെ ആക്ടിങ് ഒക്കെ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? തിരിച്ചു വരാൻ മമ്മൂട്ടിയുടെ ആക്ടിങ് ഒന്നും എവിടെയും പോയിട്ടില്ലല്ലോ. ഏത് പടത്തിൽ മമ്മൂട്ടി പോയി? പണ്ടത്തെ മമ്മൂട്ടി മമ്മൂട്ടി പണ്ട് ഇപ്പോഴൊന്നുമില്ലല്ലേ. മമ്മൂട്ടിയുടെ ഇപ്പം കഴിഞ്ഞ ഏത് പടത്തിലുണ്ട് മമ്മൂട്ടി മോശമായിട്ട് അഭിനയിച്ചേ? ഏതെങ്കിലും പടം ഉണ്ടോ? ടെർബോ പോലെ തന്നെ ആവും തോന്നുന്നുണ്ടോ? ടെർബോ ഒരു മാസാക്ഷൻ പടം, ഇതൊരു എക്സ്പെരിമെന്റ് പടം. മമ്മൂക്കയുടെ ആക്ടിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂക്കയുടെ ആക്ടിങ് ഇപ്പോൾ അറിയാലോ, പൊളിയാണല്ലോ. എമ്പുരാനെ വെല്ലുവോ? അമ്മ നോക്കാം. എന്നാലും എത്ര കോടി അടിക്കുമെന്നൊരു പ്രതീക്ഷ? 100 കോടി അടിക്കുമോ? അടിക്കും. ഉറപ്പാ? അടിക്കണമല്ലോ. എത്ര നാളത്തെ കൊണ്ടൊരു കാത്തിരിപ്പായിരുന്നു? ഇതിപ്പോൾ എൻ്റെ ഏകദേശം 1 വർഷമാണല്ലോ. ഇത് എന്നെ ഇറങ്ങേണ്ട പടമാണ്, പിന്നെ അവർ മാറ്റി ഇപ്പം കൊണ്ടുവച്ച്. മമ്മൂക്ക തിരിച്ചു വരുമോ? നമുക്ക് തിരിച്ചു വരാവുന്നതല്ല, പുള്ളി എന്നെ തിരിച്ചു വന്നതാണ്. പുള്ളി അടിപൊളിയാണല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ മാസ്, അതാണ് മമ്മൂക്കയുടെ കുറച്ച് പരിപാടിയുണ്ട് മെയിനായിട്ട് ഇതിനകത്ത്. നമുക്ക് തന്നെ നല്ല വെറൈറ്റി പടങ്ങളല്ലേ ചെയ്യുന്നത്, അപ്പോൾ ആ രീതിക്ക് തന്നെ അത്യാവശ്യം ഒരു നല്ല പടം തന്നെ. എമ്പുരാനെ വെല്ലുവോ? എമ്പുരാനെ വല്ലുവെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ മലയാളത്തിൽ തന്നെ ഹൈ ഗ്രോസിലുള്ള പടമല്ലേ, അപ്പോൾ അത്രയിലൊരു നല്ല മമ്മൂക്കയുടെ ഫാൻ നില നല്ലൊരു പടമായി. ടെർബോ പോലെ അത്ര ഒരു ആക്ഷൻ അങ്ങനത്തെ നോക്കുന്നില്ല, എന്നാലും ഇത് കുറച്ചും കൂടെ അല്ലാത്തൊരു പടം, ഇച്ചിരി കൂടെ ഫാമിലിയൊക്കെ കാണാൻ തോന്നും. ആ രീതി നമ്മുടെ പയ്യന്മാർക്കെല്ലാം വരണം, ചില്ലടിച്ച് കാണാൻ പറ്റുന്ന രീതി അങ്ങനെ തന്നെ. ഓക്കെ, എമ്പുരാനെ വെച്ച് നോക്കുമ്പോൾ എമ്പുരാൻ്റെ കൂടെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, എമ്പുരാൻ ഒരു ബിഗ് ബഡ്ജറ്റ് പടമല്ലായിരുന്നു, അന്നേരം അത് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റൂല. ബിഗ് ബഡ്ജറ്റ് ഹൈ സ്കെയിൽ പടം ആയതുകൊണ്ട് തന്നെ പറ്റൂല. ബട്ട് ഇത് നമ്മൾ ഫാൻസിന് വേണ്ടിയുള്ള പടം. മമ്മൂട്ടി എന്തായാലും പൊളിക്കും, അത് ഒരു സംശയമില്ല. ടെർബോയെ വെച്ച് നോക്കുമ്പോൾ ടെർബോ നമ്മൾ കുറേ ഹൈപ്പ് ഉണ്ടായിരുന്നു, പിന്നെ വിചാരിച്ചത്രയും വന്നില്ല. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു എക്സ്പീരിമെൻ്റ് എന്ന രീതിയിലാവുന്നതുകൊണ്ട് തന്നെ കാണാനൊരു 100 കോടി അടിക്കുമോ? 100 കോടിയൊക്കെ നമുക്ക് പടം നന്നാവണം, അത്രേ ഉള്ളൂ. കളക്ഷനൊക്കെ പിന്നീട്. 100 കോടി കയറുമോ? കോടിക്കണക്കൊന്നുമല്ല, പടം ഹിറ്റാവും എന്ന് പ്രതീക്ഷിക്കാം. എമ്പുരാൻ്റെ കൂടെ തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കുമോ? അത് വേറൊരു ജോണർ, ഇത് വേറൊരു ജോണർ. അത് കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്, ഇതൊരു സാധാ ഒരു എക്സ്പെരിമെൻ്റൽ സബ്ജക്റ്റാണ്. ടെർബോ പോലെ തന്നെ തോന്നുന്നുണ്ടോ? ഇല്ല, ടെർബോ ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഇത് സംബന്ധിച്ചിടത്തോളം ഇതൊരു എക്സ്പെരിമെൻ്റൽ ഗെയിം. മമ്മൂട്ടിയുടെ ലുക്ക്, അതുപോലെ തന്നെ പുതിയൊരു സംവിധായകൻ പിന്നെ സീക്വൻസ്, പിന്നെ ഗൗതം വാസുദേവമേനോനുണ്ട്. ഞാൻ പുള്ളിയുടെ ഒരു ഫാനാണ്, അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ്. അറിയാം, ഇക്ക പ്രൊമോഷനൊന്നും ഇല്ലായിരുന്നു, ഒരു പ്രൊമോഷൻ ഓൾമോസ്റ്റ് എല്ലാം കുറവായിരുന്നു. ടെർബോയെ വെച്ച് നോക്കുമ്പോൾ ഏതാ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി? ടർബോ എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസിനായിട്ട്, അല്ല മീൻസ് ഒരു എടുത്ത് വൈശാഖിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ പുതിയൊരു ഡയറക്ടർ, നമുക്ക് ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് കൊണ്ടുവന്ന ഒരാൾ. സോ അപ്പം ഇതിൽ സ്ക്രിപ്റ്റിനെ കണ്ടപ്പോൾ ഒരു എൻഗേജിങ് ആയിട്ട് തോന്നി. മീൻസ് മലയാള ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടൊരു ഇങ്ങനത്തെ ഒരു ജോണർ പിടിക്കാമെന്ന് തോന്നി. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ആക്ടിങ്ങിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് നമ്മൾ പറയാൻ ആൾക്കാരല്ല. ഇക്കടെ ആക്ടിങ്ങിനെ പറ്റിയിട്ട് ഇപ്പം ഫാൻസ് അല്ലെങ്കിൽ പോലും നമ്മൾ പറയാൻ ആൾക്കാരല്ല. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ജോണർ, അതായത് മലയാളത്തിൽ ഇങ്ങനെ ഒരു ഗെയിം ത്രില്ലർ എന്ന് പറഞ്ഞൊരു ടാഗ് ലൈനിൽ ആദ്യമായിട്ടാണല്ലോ ഒരു സിനിമ വരുന്നത്.